PhD, DSc, DLiറ്റും ഹയർ ഡിഗ്രി ഒക്കെ കൊടുക്കുന്ന ഒരു മെഡിക്കൽ സയന്റിസ്റ്റ് ആണ്. ഓർത്തോ മോളിക്കുലർ മെഡിസിൻ ആണ് എന്റെ മേഖല. ലോകത്തിലെ 6 ശാസ്ത്രജ്ഞന്മാരിൽ ഒരാളായി വൈദ്യശാസ്ത്ര സമൂഹം കണക്കാക്കുന്നു. മലയാളി മാത്രം അത് അംഗീകരിച്ചിട്ടില്ല. ഇന്ത്യയിലെ പല ഡോക്ടർമാരും അത് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഓർത്തോ മോളിക്കുലർ മെഡിസിൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ പറയുന്നു. ഓർത്തോ എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ്, മോളിക്കുലർ എന്ന് പറഞ്ഞാൽ തന്മാത്രകൾ, വിറ്റാമിൻസ്, മിനറൽസ്, അമിനോ ഫാറ്റി ആയ മാക്രോ. ഇത് കുറയുമ്പോൾ അതിനെ സ്ട്രെയിറ്റ് ആക്കിയാൽ ശരീരം തന്നെ രോഗപ്രതിരോധ ശക്തി ഉപയോഗിച്ച് നിങ്ങളുടെ ഏത് രോഗവും മാറ്റും. അതിന് പ്രകൃതിയിലേക്ക് മടങ്ങുക, പ്രകൃതി നിയമങ്ങൾ അനുസരിക്കുക. നിങ്ങൾ പോഷണമുള്ള 31 വിറ്റാമിൻ, 15 മിനറൽസ്, 50-ലേറെ അമിനോ നൈട്രിക് ഓക്സൈഡ്, ഒരു ബ്ലഡിൽ 1000-ലേറെ ഘടകങ്ങളുണ്ട്. നമ്മുടെ ശരീരത്തിൽ സിങ്കും മാഗ്നീഷ്യം കൂടി 900-ലേറെ ഉപാപചയ പ്രവർത്തനം നടത്തുന്നുണ്ട്. മരണം എന്ന് പറഞ്ഞാൽ ഈ ഉപാപചയ പ്രവർത്തനം ശരീരത്തില് ഡൗൺ അഥവാ കുറയുമ്പോഴാണ് ഒരാൾ മരണത്തിലേക്ക് നടക്കുന്നതെന്നും ലോഞ്ചബിറ്റിക്കുള്ള ഏക വഴി നിങ്ങൾ ഉപാപചയ പ്രവർത്തനം നന്നായി നടത്താനുള്ള പോഷണം കഴിക്കുകയാണെന്നും ഞങ്ങൾ കണ്ടെത്തിയിരുന്നു. അപ്പൊ ഇന്ന് എടുക്കുന്ന ക്ലാസ് മെഡിക്കൽ ന്യൂട്രീഷൻ അല്ല. കാരണം ലോകത്തെവിടെയും ഞാൻ ഫസ്റ്റ് എയ്ഡ് പഠിപ്പിക്കാറില്ല. കാരണം എന്റെ ധാരണ എല്ലാവർക്കും ഇത് അറിയുന്ന. പക്ഷെ എനിക്ക് മനസ്സിലായി പല ഉന്നതർക്കും പ്രഗത്ഭർക്കും ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞാൽ അതെന്താന്നാ ചോദിക്കും. CPR എന്ന് പറഞ്ഞാൽ അപ്പോഴാണ് എടാ ഞാൻ ഈ LKG മുതലും MBBS വരെ MD, DG, DM എന്തൊക്കെ ഡിഗ്രി. അപ്പം ഒരു ഡോക്ടറെ കണ്ട എന്തെല്ലാം ഡിഗ്രികളാ തലപ്പത്ത് എഴുതി വെക്കുന്നത്. പക്ഷെ ഒരു 10 ക്ലാസ്സുകാരുടെ കോമൺ സെൻസ് പോലും ഇല്ലാത്ത ഡോക്ടർമാരുണ്ട് നമ്മുടെ രാജ്യത്ത്. എന്താ കാരണം? നമ്മുടെ വൈദ്യശാസ്ത്രത്തിന്റെ അപാകത. പിന്നെ ഇനി മറ്റു കാര്യങ്ങൾ പറയണം. അപ്പൊ എന്താണ് ഫസ്റ്റ് എയ്ഡ്? ആദ്യം ഞാൻ പറയട്ടെ. ഒരാൾ ഇന്നലെ ഒരു വലിയ ന്യൂറോ സർജൻ കുഴഞ്ഞു പോകണം. മിഞ്ഞാന് ഒരു കാർഡിയോ തൊറാസിക് സർജൻ കുഴഞ്ഞു പോകണം. മിഞ്ഞാന് ഒരു വലിയ VIP കുഴഞ്ഞു പോകണം. ഡൽഹിയിലെ VIP അടക്കം പലരും പ്രസംഗത്തിനിടെ കുഴഞ്ഞു വീണു. ഇന്നും 1-2 പേര് പ്രമുഖർ കുഴഞ്ഞു വീണു. എന്ത് കുഴഞ്ഞു വീണു? അതിൽ ആരൊക്കെ വീണ്? ലോകത്തിൽ 1000-ലേറെ ഹൃദയ ശസ്ത്രക്രിയ നടത്താവുന്നവൻ ഹൃദയ ശസ്ത്രക്രിയയുടെ ഇടയിൽ കുഴഞ്ഞു വീണു. മഹാരാജ് വലിയ തമാശമാണ്. അയാൾക്ക് ഹൃദ്രോഗം. അപ്പൊ ആ കുരുത്തക്കെട്ടവർ അറിയില്ലേ? ഈ 1000-ലേറെ തൊറാസിക് സർജൻ നടത്തിയ അയാൾക്ക് ഞാൻ ദേഷ്യപ്പെട്ട് പറയാ, ഞാനും തളർന്നു പോകുന്നു. അപ്പൊ അയാൾ പണം ഉണ്ടാക്കാൻ പറഞ്ഞു. പേപ്പറിൽ വന്ന കാര്യങ്ങളാണ്. എന്തുകൊണ്ട് കുഴഞ്ഞു? ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. ഞാൻ അതിന് ആധികാരിക മെസ്സേജ് നൽകുന്നു. ശാസ്ത്രീയമായിട്ട് ഓതന്റിക് ആയിട്ട് സംസാരിക്കുന്ന നമ്മുടെ ശരീരത്തിലെ